ഇന്ത്യക്കാരുടെ കഴുത്ത് വെട്ടുമെന്ന ഭീഷണിയുമായി ലണ്ടനിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ പൗരന്മാർ പാക് നയതന്ത്ര ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോഴായിരുന്നു പാക് ഉദ്യോഗസ്ഥന്റെ ഈ ഭീഷണി. ഇന്ത്യൻ സൈനികനായ അഭിനന്ദൻ വർദ്ധമാന്റെ ചിത്രവും കയ്യിൽ പിടിച്ചാണ് പാക് ഉദ്യോഗസ്ഥൻ കഴുത്തുവെട്ടുമെന്ന ആംഗ്യം കാണിച്ചത്. പുൽവാമ അറ്റാക്കിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൽ പാകിസ്ഥാന്റെ പിടിയിലായ അഭിനന്ദനെ ഇന്ത്യ പിന്നീട് മോചിപ്പിച്ചു. പാകിസ്ഥാൻ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ വിമാന കമ്പനികൾക്ക് നിർദ്ദേശങ്ങളുമായി DGCA യാത്രാസമയം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണം വരുത്താൻ വിമാന കമ്പനികൾ തയ്യാറാവണം. ഡൽഹി അടക്കം വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമൊരുക്കണം. രാജ്യാന്തര വിമാന സർവീസുകളിൽ പലതും 4 മണിക്കൂർ വരെ അധിക സമയമെടുക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ സൈനിക മുന്നൊരുക്കം നടത്തുന്നതായി പാകിസ്ഥാന്റെ മുന്നറിയിപ്പ്. സമുദ്രത്തിലൂടെയുള്ള യാത്രികർക്കുള്ള ജാഗ്രതാ നിർദ്ദേശമായിട്ടാണ് പാകിസ്ഥാൻ ഇത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ സൈനിക അഭ്യാസത്തിന് തയ്യാറെടുക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ നീക്കമെന്നാണ് സൂചന. മറ്റു വാർത്തകൾ നോക്കാം. ചരിത്രകാരൻ MGS നാരായണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ മലാപ്പറമ്പിലുള്ള വീട്ടിലായിരുന്നു അന്ത്യം. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ചെയർമാനായിരുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, പൊതുദർശനം വേണ്ടെന്ന അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം? സംസ്കാര ചടങ്ങുകൾ എപ്പോൾ നടക്കും? സജിത്ത്, അദ്ദേഹത്തിന് പൊതുദർശനം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ വീട്ടിലെത്തി കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് അവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ ഒപ്പം ചരിത്ര മേഖലകളിലേക്ക് നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 3:30 വരെ ആ വീട്ടിൽ ആളുകൾക്ക് അദ്ദേഹത്തെ കാണുന്നതിനുള്ള ഒരു സമയം ഉണ്ടായിരിക്കും. അതിനുശേഷം ലഘുവായ കർമ്മങ്ങൾ നടത്തും. പിന്നീട് മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകും. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം നിർഭയനായ, നിഷ്പക്ഷമായ ചരിത്രത്തെ നോക്കിക്കഴിയുന്ന ഒരു വ്യക്തി എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന എല്ലാവരും അനുസ്മരിക്കുന്നത്. ഓരോ കാലത്തും ഭരണാധികാരികൾ മാറി വരുന്നതിനനുസൃതമായി നിലപാടുകൾ മാറ്റുകയോ ചരിത്രത്തെ വളച്ചടയ്ക്കുകയോ ചെയ്യുന്ന ആളല്ല. ഒപ്പം ഭാഗികമായ വീക്ഷണം എന്നതിലുപരി ഒരു കാര്യത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്നും പറയുന്നു.